ഇന്ന് നമുക്ക് SSLC ബുക്കിൽ സൈക്ലിക് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ പിക്ചർ ടു സർക്കിൾസ് ഇന്റർസെക്ട്സ് അറ്റ് P ആൻഡ് Q. ഇതാണ് പിക്ചർ. രണ്ട് സർക്കിൾ, ഇതൊരു സർക്കിള്, ഇതൊരു സർക്കിള്. ഇത് ഇന്റർസെക്ട് അറ്റ് P ആൻഡ് Q. Okay. Lines through these circles meet at ABCD. Lines through these circles meets at ABCD. ഈ രണ്ട് സർക്കിളില് ലൈൻ ABCD ഈ രണ്ട് സർക്കിളും മീറ്റ് ചെയ്യുന്നു. The line AC and BD are not parallel. AC and BD. AC, BD not parallel. Okay. Parallel line alla. Prove that if these lines are of equal length, then ABCD is a cyclic. ഇപ്പൊ ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ, AC-യും BD-യുടെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഇതൊരു സൈക്കിൾ ട്രപീസിയം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് കണക്ക്. ഓക്കെ, ഇതാണ് ഒരു സർക്കിള്, ഇതൊരു സർക്കിള്, രണ്ട് സർക്കിള് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് P ആൻഡ് Q. ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇപ്പൊ രണ്ട് സർക്കിളിലും ABC 4 പോയിന്റിലും നമ്മൾ ലൈൻ ഇടുന്നു. ABCD ഈ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതും പാരലൽ അല്ല. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പൊ ഈ ലെങ്ത്തും AC-യുടെ ലെങ്ത്തും BD-യുടെ ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ ഇതൊരു സൈക്കിൾ ട്രയാങ്കിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് P-യും Q-യും ജോയിൻ ചെയ്യാം. PQ ജോയിൻ ചെയ്തിട്ട് ഇതൊരു സൈക്ലിക് പ്രൂഫ് ചെയ്യാൻ കണ്ടീഷൻ എന്താന്ന്, അതായത് രണ്ട് ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അതാണ് സൈക്ലിക്. ഫസ്റ്റ് ആംഗിൾ B എടുക്കാം. ആംഗിൾ ABD. ഈ ആംഗിൾ നമ്മൾ X എന്ന് എടുക്കുക. ലെറ്റ് ആംഗിൾ ABD is equal to X എന്ന് വയ്ക്കുക. അപ്പൊ ഈ ആംഗിൾ X ആണെങ്കിൽ